ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് ഹൽവയുടെ റെസിപ്പിയുമായാണ്. വളരെ ടേസ്റ്റി ആയൊരു ഹൽവയാണിത്, മാത്രമല്ല ഹെൽത്തിയുമാണ്. ഇനി നമുക്കിതിനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml ഒരു കപ്പിലാണ് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പൊടി എടുത്ത അതേ കപ്പ് തന്നെ 3 കപ്പ് വെള്ളമാണ്. അത് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ലൂസിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്, കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല ലൂസ് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതുവരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരപ്പാവാണ്. അതിനായി ഞാനിവിടെ 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് അതേ കപ്പ് തന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ശർക്കര ഒന്ന് മെൽറ്റായി വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഗോതമ്പ് പൊടിയുടെ മിക്സ് ഒരു പാനിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് വേണ്ടത് ഒരല്പം ഉപ്പും 2 ഏലക്ക ചതച്ചത് കൂടിയാണ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കാം. നമ്മുടെ ബാറ്റർ ഒരു 5 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് അടി പിടിച്ചു പോകും. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ശർക്കരപ്പാവ് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ബാറ്റർ ഒന്ന് കുറുകി വരുന്നത് വരെ കൈ വിടാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നെയ്യാണ്. 5 ടീസ്പൂൺ നെയ്യ് വേണം. നമുക്ക് കുറേശ്ശെയായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശമൊക്കെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി കൈ വിടാതെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടിയാണ്. അതുകൂടി ഇട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റോളമായി എനിക്ക് ഈ തിക്നെസ്സിൽ കിട്ടാൻ. ഇനി നമുക്ക് നമ്മുടെ ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്ത എള്ളാണ്. അത് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ചൂടോട് കൂടി തന്നെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതുപോലെ സ്പാറ്റിൽ വെച്ച് നമുക്ക് പെട്ടെന്ന് ലെവൽ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബാറ്ററിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂനട്ടും എള്ളൊക്കെ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 20 മിനിറ്റോളം ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ ഗോതമ്പ് ഹൽവ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് ഷേപ്പിലാണെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയൊരു ഹൽവ കൂടിയാണിത്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ ഗോതമ്പ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഹൽവയാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ഇതിലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മാത്രമല്ല തൊട്ടടുത്ത് ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്യുക. അടുത്തൊരു ഉഷാർ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.